തനേഷ് തമ്പിയാണ് ഇനി നമുക്കൊപ്പം തത്സമയം ചേരുന്നത്. തനേഷ് നിൽക്കുന്നത് എവിടെയാണ്? ഇപ്പോൾ മോക്ക് പോളിംഗ് ഒക്കെ ഏതാണ്ട് അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലായി കാണുമെന്ന് തോന്നുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ ഇത്തവണ പാലക്കാട് വെല്ലുവിളിയാകാൻ പോകുന്ന ഇരട്ട വോട്ട് എന്നുള്ളത് തന്നെയല്ലേ? അപ്പോൾ അതിനൊക്കെ ഏത് തരത്തിലേക്ക് പ്രത്യേക സജ്ജീകരണങ്ങൾ, ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്? അനുജ, പാലക്കാടിന്റെ ചരിത്രത്തിൽ ഇത്രയേറെ വീറും വാശിയുമുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. കാരണം തുടക്കം മുതൽ തന്നെ അപ്രതീക്ഷിത ട്വിസ്റ്റുകളുടെ ഒരു ഘോഷയാത്രയായിരുന്നു അത്. ഇന്നലെ അവസാനിക്കുന്നത് വരെയും ആ ഒരു രീതിക്ക് മാറ്റമുണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് ചെമ്പൈ സംഗീത കോളേജിലാണ്. പാലക്കാട് നഗരഹൃദയത്തിലുള്ള ചെമ്പൈ സംഗീത കോളേജിൽ 2 ബൂത്തുകളാണുള്ളത്. 28, 29 ബൂത്തുകൾ. ഈ ബൂത്തുകളിൽ മോക്ക് പോളിംഗ് ഏതാണ്ട് അവസാനിച്ചു കഴിഞ്ഞു. അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്കിതിനകത്ത് ഏറ്റവും ആശാവഹമായ ഒരു കാര്യം, ഇപ്പോൾ തന്നെ ആളുകൾ വോട്ട് ചെയ്യാൻ എത്തിത്തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനിടയിൽ തന്നെ പല ആളുകളും വോട്ട് ചെയ്യാൻ എത്തിയിരുന്നു. ചിലർ 6 മണിക്ക് വോട്ടാണ് എന്ന് കരുതിയാണ് വന്നത്. അവർ മടങ്ങിപ്പോകുന്നൊരു സാഹചര്യമുണ്ട്. എന്തായാലും ഈ 1,94,000 പരം വോട്ടർമാർ ഇന്ന് വോട്ട് രേഖപ്പെടുത്തുന്നെത്തും. കഴിഞ്ഞ തവണ 75% പോളിംഗ് ആണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ അതിനും അപ്പുറത്തേക്ക് പോകും എന്നുള്ള സൂചനകളാണ്. കാരണം അത്രത്തോളം പാലക്കാടിൻ്റെ ചൂടുകാറ്റിനെ വെല്ലുന്ന തരത്തിലുള്ള ചൂടായിരുന്നു ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എന്ന് പറഞ്ഞാൽ അതിശയോക്തിയില്ല. ആ തരത്തിൽ ഉള്ള പ്രചരണം, അതുപോലെ തന്നെ ആ വീറും വാശിയും. കാരണം ഓരോ രാഷ്ട്രീയ പാർട്ടികളും പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങളാവട്ടെ, കൂറുമാറ്റങ്ങളാവട്ടെ, ഒന്നിനും പഞ്ഞമില്ലാത്ത ഒരു പാലക്കാടൻ ഉപതെരഞ്ഞെടുപ്പാണ് ഇവിടെ കഴിഞ്ഞ ഒരു മാസത്തിലേറെ നടന്നുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രചരണമാണ് നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ആവേശം ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അത് എത്തിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ പോളിംഗ് ഇത്തവണ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറിച്ചാണെങ്കിൽ അങ്ങനെ എന്തായാലും 3 പാർട്ടികളും 3 മുന്നണികളും വലിയ വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. തുടക്കത്തിൽ നമുക്കറിയാം, സാധാരണഗതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ്, അതിൽ LDF കഴിഞ്ഞ തവണ 3ാം സ്ഥാനത്തായിരുന്നു. ഈ സാധാരണഗതിയിൽ BJPയും കോൺഗ്രസും തമ്മിൽ നേരിട്ടുള്ളൊരു മത്സരം, അതിനും അപ്പുറത്തേക്ക് ആരും ഒന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ പി സരിൻ്റെ അപ്രതീക്ഷിതമായ കടന്നുവരവ് കണക്കുകൂട്ടലുകളെ ആകെ മാറ്റിമറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളത് വസ്തുതയാണ്. അതോടുകൂടി ഒരു ശക്തമായ ത്രികോണ പോരാട്ടം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. പിന്നീട് സംഭവിച്ചതെല്ലാം നമ്മൾ കണ്ടതാണ്. എന്തൊക്കെ വിവാദങ്ങളാണ്, എന്തൊക്കെ ഉറക്കമില്ലാത്ത രാത്രികളാണ് ഇവിടെ ഉണ്ടായത്. കള്ളപ്പണ വിവാദം അടക്കം, പിന്നീട് ഏറ്റവും ഒടുവിൽ സന്ദീപ് വാര്യരുടെ കടന്നുവരവ്, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത കാര്യങ്ങൾ ഇതിനിടയിൽ സംഭവിച്ചു പോയി. ഒരു ഉദ്വേഗജനകമായ സിനിമ കാണുന്നത് പോലെയാണ്. നമുക്കിപ്പോൾ കാണാം, ആളുകൾ ഒക്കെ വോട്ട് ചെയ്യാൻ വന്നിരിക്കുന്നതൊക്കെ നമുക്ക് കാണുന്നുണ്ട്. ഇപ്പോൾ സമയം ഏതാണ്ട് 6:15 ഉള്ളൂ. ആ സമയം കൊണ്ട് ചേട്ടാ വോട്ട് ചെയ്യാമെന്നാണ്. എന്ത് പേരെന്താ? രഞ്ജിത്ത്. എവിടെ നിന്ന് വരുന്നത്? കോളേജ് റോഡ് കൊപ്പം. എന്നിട്ട് ഇത്ര നേരത്തെ നേരത്തെ വന്ന് ആദ്യം ചെയ്തിട്ട് പോകും. അങ്ങനെ ആദ്യമേ ചെയ്തു പോകാം എന്ന് കരുതി വരുന്ന ആളുകൾ ഒക്കെ ഉണ്ട്. നമുക്ക് അപ്പുറത്തും കാണാം, സ്ത്രീകളടക്കമുള്ളവരുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ വന്ന് അല്പസമയം കഴിഞ്ഞു വരാം എന്ന് കരുതി